ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചല്ല സാറേ, പെൻഷന്റെ ഒരു അരഞ്ച് കൊടുക്കുന്നതിനിടയിൽ തിരക്കപ്പെട്ടു പോയതാ. സാരമില്ല, എഴുന്നേക്കാം. ഹർജിയിൽ എന്തായിരുന്നാലും ശരി, നമുക്ക് ശ്രമിക്കാം. എന്നെ വന്ന് കണ്ടാ മതി. എന്നെ മനസ്സിലായോ? ഞാൻ ജില്ലാ കളക്ടറാണ്. ഇത് വെച്ചോളൂ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ഔദാര്യമായിട്ടല്ല, പെൻഷൻ പണം കിട്ടുമ്പോ തിരിച്ചു തന്നോളൂ. ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാൽ മതി. കോൺസ്റ്റബിൾ സാർ, കുടിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം. എവിടെയായാലും ശരി. ശരി സാർ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നമുക്ക് ശരിയാക്കാം. മന്ത്രിമാർ സംഭവസ്ഥാനം സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ MP. അദ്ദേഹം കൂടി എത്തണം. അദ്ദേഹത്തിന്റെ ആണല്ലോ. അല്ല ശങ്കർ, എവിടെയോ ജില്ലാ കളക്ടർ? സത്യം പറയാമല്ലോ സാർ, നോ ഐഡിയ. അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങള് 3-4 പേര് ഇങ്ങ് ഓടിപ്പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. ബ്യൂറോക്രസി ആൾവേസ് ഹാസ് ഇറ്റ്സ് ലാഗ്. അല്ലേ പിള്ള ചേട്ടാ? ഓ, എക്സ്ക്യൂസ് മീ. വന്നല്ലോ. Good morning, madam. Good morning. Good morning, sir. Mr. Joseph Alex, Sir. you are late. Sir, I was... No, I don't want any excuse. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവോ ജനപ്രതിനിധിക്ക്? ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. പ്ലീസ് സർ, ദാ ഈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. റൈറ്റ് സ്പോട്ട്, ഒലക്കേടെ മൂട്. എന്നാത്തിനാടോ ലേലത്തറത്ത് എന്നാത്തിനാടോ കളക്ടർ പോലീസിന്റെ നെഞ്ചത്ത് കയറാനോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കികള്, അവരോട് മതി വേല തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താണോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയോ? സർ, മിസ്റ്റർ ജോൺ വർഗീസ്, സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ കൂമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ലോ എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഉടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. കമോൺ കിട്ടാം, ഇവിടെ തന്നെ ഫ്രഷ് ആവാം. താൻ പോയി ഇദ്ദേഹത്തിന് ഡ്രസ് എടുത്തു വന്നാൽ മതി. സർ, ഗുഡ് മോർണിംഗ് സർ. സാർ, വീട്ടിൽ നിന്ന് ഇപ്പൊ 4-5 പ്രാവശ്യം വിളിച്ചിരുന്നു. അമ്മച്ചിയാവേ. ബാല, മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള ദുരിതാശ്വാസ തുക ഇന്ന് തന്നെ റിലീസ് സാർ, അത് റഷ് ത്രൂ ദ ഫോർമാലിറ്റീസ്. ഓ മണി, 2 ചായ. സാർ,
Forget the mess. കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നതിനേക്കാൾ ദിസ് ഇസ് എ ബാച്ചിലേഴ്സ് കബി ഹാൾ. ലുക്സ് ലൈക്ക് ഓൺ സർ. പ്രസാദ് ഇവിടെ ചാർജ് എടുത്തിട്ട് ഇപ്പോ ഇറ്റ്സ് ഹാർഡ്ലി എ വീക്ക് അല്ലേ സർ? സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോ നേദർ സ്മക്ക് ശങ്കറിനെ പോലെ മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ. ബട്ട് നൗ ഐ റിഗ്രറ്റ് ദ ബയസ്. ഇന്നലെ യു ഡിഡ് എ ഹെൽ ഓഫ് എ ജോബ്. താങ്ക് യു സർ. Do you smoke? സർ, നോ താങ്ക്സ്. Why? What's bugging you? തനിക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ല സർ. പറയണം. ഐ ആം നോട്ട് ഷുവർ, ബട്ട് ആ പറയടോ. സർ, യാദൃശ്ചികമാണ്. ഓഫീസിൽ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ വെറുതെ മറിച്ചു നോക്കുമ്പോ യു സ്റ്റംബിൾ അപ്പോൺ മൈ നെയിം അതോ ഫോട്ടോഗ്രാഫർ? ബോത്ത് സർ. പഴയ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ അതെ, ബോംബാക്രമണ കേസിൽ പോലീസ് പിടിയിലാകപ്പെട്ട മുഖ്യ പ്രതികളിൽ 4ാമത്തെ പേരുകാരൻ തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ്. ജോസഫ് അലക്സ്. ഞാൻ തന്നെയാടോ അത്? സർ, ഡു യു മീൻ ഇറ്റ്? യെസ്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും. കുഡ് യു സ്റ്റാൻഡ് ഇറ്റ്? സർ, ബെറ്റർ യു ചേഞ്ച് നൗ. പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിൽ എന്റെ ബാപ്റ്റിസം. അതൊരു ബ്രീഫ് സ്റ്റിന്റ്. തിരുസഭയ്ക്കും തിരുമേനുമാർക്കുമെതിരെ കലാപം. അവരെന്നെ പിടിച്ച് പടിയടച്ച് പിണ്ണം വെച്ചു. പിന്നെ അങ്ങോട്ട് വിപ്ലവീര്യം മുറുകില്ലേ. ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസ് ഞാൻ അകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാരി മുണ്ടുമുറുക്കി ഇറങ്ങി. മൈ ഫാദർ. അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന് അധികായൻ യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വിളച്ചു കൊടുത്തു. കേസിലെ എന്റെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും, ഞാൻ പുറത്തും. മകൻ മൈനറാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വഴങ്ങി. The mutinous hallucinations of an adolescent absolved. മീശ മുളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. ഇറ്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല. ഐ ഫ്ലഡ് ടു ഡൽഹി. The rest I think I know. ഡൽഹി JNUവിൽ പഠിത്തം, പൊളിറ്റിക്സ്. രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ശരത്ചന്ദ്ര ചാറ്റർജി MPയുടെ പാർട്ട് ടൈം സെക്രട്ടറി. ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ. ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ്. പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കാലുകുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ. ഐ എം ഫ്ലാറ്റഡ്. അപ്പൊ താൻ എന്റെ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല. യു നോ മൈ ആന്റിസിഡൻസ്. ഹേയ്, ഞാൻ ഈ ചരിത്രം ഒന്ന് മനഃപൂർവ്വം തപ്പിയെടുത്തതല്ല സർ. ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ, ഏതോ മാഗസിനിൽ. എ റീസെന്റ് ഇഷ്യൂ. ഈ IPS കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഒരു ജേർണലിസ്റ്റ് ആയനെ. യു മെയ്ഡ് മീ ഓപ്പൺ അപ്പ് റാദർ ബോസ്റ്റ്. യെസ് ജോസഫ് അലക്സ്. നോ, നത്തിങ് ഡൂയിങ്. അബ്സല്യൂട്ട്ലി നോ ചേഞ്ച്. ഓക്കെ. RDO സുദേവനാണ്. ദ കോൺഫറൻസ് വിൽ ഹാവ് ടു വെയിറ്റ് എന്ന്. MP-യുടെ ഫ്ലൈറ്റ് വൈകുമത്രേ. I said no. MP, the manipulator prince, ഉപജാപങ്ങളുടെ രാജകുമാരൻ. ജലാലേ, ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്ത കുത്തോണ്ട് ചത്തില്ലേ, കുഞ്ഞാലി. ഓന്റെ ബാപ്പയാ.
ചാക്കോ നോ. ഒന്ന് മാറ്റാൻ പറ. വീടും കുടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഡൽഹിയിൽ നിന്ന്. ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടി. ആ ആ? ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെ സാറേ. അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. ആ കുടിക്കാണ്ട് കാലിച്ചായെങ്കിലും കൊടുത്തോളാം അവർക്ക്. ഇല്ല സാർ. ഛെ, അയ്യേ വേഗം കൊടുക്ക്. ആ ഇതിലേതാ കുഞ്ഞാളുടെ വീട്? ഓ കഷ്ടം, ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തിനും ഒരു ധൈര്യമായി. ആ വാങ്ങിച്ചോടാ, എന്റെ ബാപ്പാന്റെ വലിയ ദോസ്താരും ഞമ്മള്. ആ, പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? ആ ഡാ, തൽക്കാലം പുരകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടി വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന്? ആ കാശില്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം. കാര്യം നടക്കട്ടെ. ദാ ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. സാർ, ഡൽഹിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്. ആ ജയകൃഷ്ണൻ ഹിയർ, പുട്ട് മീ ഇൻ ലൈൻ. പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. അനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. ആ നമസ്തേ നമസ്തേ പ്രസാദ്. ബോലിയേ ആപ്. ആ എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കന്റെ മൂക്കൊലിച്ചതിന്. പോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. Daddy, യെസ്. are you a fraud or what? ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ അടിച്ച് ഞാൻ. ആ മോളു ആ എവിടോ? എവിടെയെന്ന്? ആ ദാ ഉണർന്നല്ലോ. വന്നപ്പോ മുതൽ ഉറക്കായിരുന്നു. ഇപ്പവൻ അറിഞ്ഞാണ് പപ്പ ഡൽഹിന്ന് വന്നെന്ന്. എല്ലടി നീ കൂടെ? മിനിസ്റ്റർ എത്തി. ആ നീ ആ തങ്കത്തിനെയും കൂട്ടി അകത്തോട്ട് എടുത്ത് അയാൾക്ക് ഒരു കമ്പനി ആവട്ടെ. യെസ് സ്പീക്കിംഗ്. ആ നീ ആ ചാക്കോയെ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി നിർത്തി രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തേ, പിടിപ്പിച്ചോട്ടെ. നമസ്തേ ജി. മതിയിടോ തങ്കച്ച കുറേശ്ശേ. യെസ്. ചുമ്മാതല്ല, കണ്ടല്ലോ ലേറ്റ് എഡിഷൻ. 4 കാളമാണ് ഞാൻ കയ്യിൽ നിന്നിട്ട് കാച്ചിരിക്കുന്നത്. പ്രസ്താവന കണ്ടേ. ആ പിന്നെ എങ്ങനെ ഇരുന്നു കോൺഫറൻസ്? രാവിലത്തെ സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. ആ എന്നാ പിടിച്ചോ. എന്തായാലും കളക്ടർ ആള് കൊള്ളാം അല്ലേടോ? പന്ന ഞങ്ങളുടെ മെത്രാച്ചന്റെ അനന്തരവനായിപ്പോയി. അല്ലെങ്കിലും താനൊന്നും അയാളൊരു ചുറിയാൻ പോണില്ലല്ലോ. തിരുവനന്തപുരത്ത് അതാ പൾസ്. ഞാനതങ്ങ് ഡൽഹിയിൽ നിന്ന് നടന്നു. എന്ന് വെച്ചാ എടോ, ക്രമസമാധാന പാലനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ട കർമ്മധീരനും ജനപ്രിയനുമായ ജില്ലാ കളക്ടറെ അങ്ങനങ്ങ് കൈയൊഴിയാൻ തലസ്ഥാനത്ത് വെറും തടിക്കസേരയിൽ അരുളി മരുവ കുഞ്ഞിരാമന് കഴിയില്ല. ഇമേജ് നോക്കണ്ടേ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നാലും ഇതൊരു അഭിമാനക്ഷതമാ. അത് മാനാഭിമാനമുള്ളവർക്ക്, ഈയാക്കല്ല. അനുഭവിച്ചോടൂ. എന്റെ അമ്മാവൻ ഗോവിന്ദമേനോനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവനാതാൻ. അങ്ങേരെ വലിച്ച് താഴെ ഇറക്കി 4 കാലും കൂട്ടി നിലത്തടിക്കാൻ ആള് കൂടിയപ്പോ അന്നേരം വരെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയവനാതാൻ. താൻ അനുഭവിച്ചോ? കാള എന്റെ മെമ്പറെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അല്ല അതിപ്പോ ഈ ഘടകകക്ഷികളെ കൂട്ടി ഞാനൊന്ന് പ്രശ്നം ചെലുത്തി നോക്കിയാലോ? കുന്തം. എടോ, തെരുവഴി കൂടെ ചുമ്മാ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു എരപ്പാളി തിരിഞ്ഞു നിന്ന് ഭാന്നൊരാട്ടാട്ടിയാൻ അതിന്റെ പേര് രാജിവെക്കുന്ന പാർട്ടിയോടാണോ പ്രഷർ? നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അയാൾ റിസൈൻ ചെയ്യും. അതോടെ തീരും ഈ കളി. പിന്നെ താനൊക്കെ കമഴ്ന്ന് കിടന്ന് നടുവരും. അയ്യോ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നെ. ആ പിന്നെ തനിക്കൊരു കാര്യത്തിൽ പ്രഷർ ചെലുത്താം. ദാറ്റ് ഈസ് ഫോർ കമ്മീഷണർ ശങ്കർ. കൃത്യവിലോപത്തിന്റെ പേരിൽ നടപടി വരാതിരിക്കാൻ അവന് വേണ്ടി താനൊന്ന് കരഞ്ഞ് കാലു പിടിക്കണം ക്യാബിനറ്റിൽ. അറിയാലോ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് മാൻ. ഡൺ. ഗുഡ്. എന്താടാ? അമ്മാവൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 5:30 എത്തും. കാണുന്ന മെസ്സേജ് ഉണ്ട്. ആ എന്നാ പിന്നെ നമുക്ക്
വരുന്നോ കാണാൻ? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഫേസ് ചെയ്യാൻ ഒരു ഗുരുവായൂരപ്പാ, പ്രിയ, തുടക്കാ കുന്തം നല്ലവണ്ണം തുടക്കടാ. അങ്ങനെ നാണപ്പാ, എന്തോ? ഇതുപോലെ എന്റെ കോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. ആ ശരിക്കും തുടച്ചോ. അങ്ങനെ തുടച്ചോ. ആ വന്നല്ലോ. എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഏയ് ഒന്നുമില്ല. താൻ വാടോ. എടോ, സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂറ് എന്നോടാ. അതറിയാമല്ലോ എനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ആ ഇന്റലിജൻസുകാരെ. എന്താണ് ഒരു ചിരി? അല്ല, ഗുരുവായൂർ നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അപ്പൊ ഓർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ടത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞെ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. പക്ഷേ നിന്റെ മുഖമൊന്ന് വിളറി. അമ്മാവൻ വെറുതെ. അല്ല കുഞ്ഞെ, അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എടോ, എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് പിടച്ചു. എന്താടോ, ഒക്കേറ്റിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? എടോ, കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെയും നിന്റെ അമ്മയും ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്നു മുതൽ ഇന്നോളം നിന്റെ വളർച്ച രണ്ട് കണ്ണും നിറഞ്ഞ് കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല, വകയും പ്രതികാരവും എതിരാളിയെ കൊന്നൊടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞെ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ. എനിക്കങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത, അല്ലെങ്കിൽ സെനൈൽ ഡിലിൻക്വൻസി. 21-ാം വയസ്സിൽ പ്രഭുറാം എസ്റ്റേറ്റ് കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാനരകൾ ബാധിച്ചു ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്നെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചു പിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ടു ബിൽഡ് മൈ ഓൺ എംപയർ. തനിക്കെന്ത് പ്രാന്താണോ? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം. സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാരെ ജയിലിലും സമരങ്ങളിലും ഹോമിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ കൊക്കി കുറച്ച് കുറലുപെടുത്ത് മരിച്ച കുഞ്ഞികൃഷ്ണവാര്യയുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ നെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് അങ്ങ് ആകാശം മുട്ട വളർന്നു കയറിയ എന്റെ അമ്മാവന്റെ രക്തം, അത് തന്നെ എന്റെ സിരകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പാവം, ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്രയൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കറിയാവടാ, എന്റെ മുമ്പിൽ ഗോവിന്ദമേനോൻ നിന്ന് ചുരുങ്ങുന്നത് കണ്ടപ്പോ ഒറ്റത്തുള്ളി മദ്യം കഴിക്കാതെ ഒരു കുപ്പി അകത്തിയിരുത്തിയ ലഹരി തോന്നിയിടാ എനിക്ക്. ഷൂഡാണത്രേ, ഷൂഡ്. കിങ് മേക്കറാണത്രേ, ഒരു പുല്ലുമല്ലടാ. ആയിരുന്നെങ്കില് അങ്ങ് ഡൽഹിയിലിരിക്കുന്ന വെറും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ ഇയാളെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. കെട്ടിച്ചമച്ച ഇന്റലിജൻസ് സ്ക്രാപ്പ്. അനന്ത, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തീപ്പൊരി, ഒരു സ്ഫോടനം, ലഹള, വെടിവയ്പ്, 12 മനുഷ്യജീവൻ മതിയടോ.
സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് ചോദ്യചിഹ്ന സഹിതം മുഖപ്രസംഗം എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്ക് നമ്മളൊരു അവസരം ഉണ്ടായി കൊടുത്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ആണോടാ? അല്ല. ചിരിക്കുന്നോടാ കള്ളത്താ തോന്നി. അനന്തൻ, എനി മെസ്സേജ് ഫ്രം യുവർ ബോംബെ ബോസ് വിക്രം ഖോർപ്പടെ? വിക്രംജി നേപ്പാളിലാണ് സാർ. ഒരു വെക്കേഷൻ. ഹീസ് ഓൺ എ ഗാംബ്ലിംഗ് സ്പ്രീ. വിളിക്കുമ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കണം നിന്നെ എനിക്ക് വിട്ടുതന്നതിന്. ജലാൽ, ഗെറ്റ് ഹിം എ ഡ്രിങ്ക്. യെസ്. ലഹളയിൽ കൊല്ലപ്പെട്ട നിന്റെ രണ്ടാൾക്കാരെയും പോലീസ് ഒരു കാലത്തും തിരിച്ചറിയില്ല. കമ്മീഷണർ ശങ്കർ അത് ഉറപ്പാക്കി. താങ്ക് യു. വെൽക്കം. പിന്നെ ഒരുത്തിനെ നമ്മൾ നേരത്തെ തട്ടിയില്ലേ? വാട്ട് ഡിഡ് യു ഡു വിത്ത് ബോഡി? എവിടെ കൊണ്ടുവന്ന് ഒതുക്കി? ഇറ്റ്സ് ടേക്കൻ കെയർ ഓഫ് സാർ. ഭദ്രം. പാവം. ഇൻവെസ്റ്റിഗേറ്റീവ് ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു അകാല ചരമം. എന്താ കമ്മീഷണറുടെ പേര് പറഞ്ഞിരുന്നല്ലോ? വാട്ട് വാസ് ദാറ്റ്? മധുകുമാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ഇയാളെ കാണാതായിട്ടിപ്പോ ഇന്നേക്ക് 4 ദിവസമായി സാർ. ടൗണിലെ ലഹളയും കൂട്ടുമൊക്കെ ഉണ്ടായ അന്ന് രാത്രിയില്ല. എന്താ ലഹളക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ മകന്? അയ്യോ, അങ്ങനെയൊന്നും. അന്ന് രാത്രി ഫോൺ ചെയ്തിരുന്നു. പിന്നെ ഇതുവരെ യാതൊരു വിവരവുമില്ല. അതെ റിട്ടയർഡ് സ്കൂൾ മാഷാണല്ലേ സാർ. അപ്പൊ കാര്യഗൗരവമില്ലാഞ്ഞിട്ടല്ല. അയ്യോ സാർ, എന്നിട്ടും സ്വന്തം മകനെ കാണാതായി 4 ദിവസം തികയുമ്പോഴാണ് വിവരം പോലീസിലൊന്ന് ധരിപ്പിച്ചു കളയാമെന്ന് മാഷക്ക് തോന്നുന്നത്. വൈ? സത്യം പറയാമല്ലോ സാർ, 2 കുട്ടികളായിരിക്കും, ഒരു മകനും മകളും. അമ്മയില്ലാതെ വളർന്നവരായതുകൊണ്ട് ശാസിച്ചിട്ടില്ല, ഒന്നും തടഞ്ഞിട്ടുമില്ല. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയ നാൾ മുതല് മകൻ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പത്രക്കാരോട് കമ്പനി കൂടി കാട്ടിലും മലയിലുമൊക്കെ ആരോടും പറയാതെ ഒരു യാത്രയാണ്. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ടാവും വിളി. അതുകൊണ്ട് 1 or 2 ദിവസം വീട്ടിൽ വന്നില്ലെങ്കിലും മനപ്രയാസം ഉണ്ടാകുമെന്നല്ലാതെ ഇങ്ങനെ. മുമ്പ് 1-2 തവണ കാണാണ്ടായപ്പോ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ പോലീസുകാർക്ക് തന്നെ അതൊരു തമാശ ആയോ എന്നൊരു സംശയം. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ വാതുക്കൾ എന്നെ പ്രതീക്ഷിച്ച മകൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ശരി മാഷെ, ഞാൻ അന്വേഷിപ്പിക്കാം, വിഷമിക്കണ്ട. ഒരുപക്ഷെ ഇതും മകന്റെ ഒരു പതിവ് തമാശയാണെങ്കിലോ? തിരിച്ചു ചെല്ലുമ്പോ ആള് വീട്ടിലുണ്ടാവുമെങ്കിലോ? എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. ഇക്കുറി അവനെ കാണാണ്ടായപ്പോ പോലെ എന്തോ ഒരു ആപൽഭീതി പോലെ, മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം. ഒരുപക്ഷെ കൂടുതൽ വയസ്സാവടേന്റെ ആവാം. മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിയിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യേ സാരമില്ല, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഹലോ കസബ, ACP പ്രസാദ്, നോട്ട് ചെയ്തോളൂ. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ. ഞാൻ ഫോട്ടോയും ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തുവിടുന്നു. പിന്നെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെയോ റൂറലോ എവിടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് I will call later. Sorry, sir. മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന് അർത്ഥമില്ല. ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഒരു കുഴപ്പമില്ല മാഷേ. തിരിച്ചെത്തുമ്പോ വാതുക്കെ തന്നെ അച്ഛനെ കാത്ത് മകൻ നിൽപ്പുണ്ടാവും. അപ്പൊ ശരി മാഷേ. Yes. Good morning, sir. Sir, I will make it. Sharp 6:30. Sir. A sharp deviation from the truth. ഇവിടെ നടന്ന ലഹളകളെ കുറിച്ച് കമ്മീഷണർ ശങ്കർ മേലാവിലേക്ക് അയച്ച റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെ തോന്നൂ. ആൻഡ് ഇറ്റ്സ് എ ഷെയിം ഓൺ ദ പോലീസ്. Hey. Don't get snapped. പ്രസാദ്, ഈ IAS-ഉം IPS-ഉം തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ഫ്രൈസിൽ ഒരു വിശേഷണമാവാം. ഓൾവേസ് ഇറ്റ് ലോഗർ ഹെഡ്സ്. കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം, തീർത്താൽ തീരാത്ത ഈഗോ ക്ലാഷ്. പക്ഷേ ഇൻ ദിസ് കേസ് അതല്ല പ്രശ്നം. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കളക്ടറുടെ അത്യുത്സാഹവുമല്ല. തനിക്ക് മനസ്സിലാവുന്നില്ലേ? തെളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ വാട്ട്സ് ബ്രൂഡിംഗ് യു എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, the riot was pre-planned. സർ,
ലഹളയ്ക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സോഴ്സ്, കൊല്ലപ്പെട്ടവരിൽ ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്തവരെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസ് ആൻഡ് എബവ് ഓൾ തന്റെ ബോസിന്റെ റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതിലില്ല. സൂചനകളും സംശയങ്ങളുമില്ല. എല്ലാം തികച്ചും യാദൃച്ഛികമെന്ന് കൈ കഴുകുന്ന cooked up fabricated trash. സത്യങ്ങൾ കുഴിച്ചുമൂടാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം. ബട്ട് വാട്ട് ദ ഡാം ഫോർ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി? Don't you smell a rat somewhere? സർ, Good. കാക്കി വേണോ കളക്ടർ ആവണോ എന്ന് മുൻപെങ്ങോ ഒരു നിമിഷം സംശയിച്ചു പോയതിന്റെ ഹാങ് ഓവർ ആവാം. അല്ലെങ്കിൽ വെടിയേറ്റ് പിടഞ്ഞ 12 മനുഷ്യാത്മാക്കൾ ഇപ്പോഴും എന്റെ ഉറക്കം കിടന്നുകൊണ്ടാവാം. കലക്ടർ പരിധികൾ ലംഘിക്കുന്നു എന്ന് തോന്നരുത് പ്ലീസ്. ഈ ലഹളയ്ക്ക് പിന്നിലെ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ നമ്മൾ കണ്ടെത്തിയേ തീരൂ. ഐ വാണ്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് താൻ എന്നെ സഹായിക്കണം. വെരി മച്ച് സർ. കീപ് യുവർ ഐസ് ഓപ്പൺ. അസ്വാഭാവികമായതെന്തും ആരെക്കുറിച്ചായാലും റിപ്പോർട്ട് മീ. തനിക്ക് എന്നെ വിശ്വസിക്കാം. സർ, എക്സ്ക്യൂസ് മീ സർ. ആ ബാലൻ, സർ, പുതിയ അസിസ്റ്റന്റ് കളക്ടറിന്റെ ട്രെയിനിങ് റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞല്ലോ. നീ എപ്പോഴാണോ കെട്ടിയെടുക്കുക? എനി ന്യൂസ്?